ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. വിറ്റാമിൻ എ എന്ന് പറയുമ്പോൾ കണ്ണിൻ്റെയും ചർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ കണ്ണിൻ്റെയും ചർമ്മത്തിൻ്റെയും തലമുടിയുടെയും ആരോഗ്യത്തിന് അല്ലെങ്കിൽ സംരക്ഷണത്തിന് ആവശ്യമായ ഒരു ജീവകമാണ് ജീവകം എ അല്ലെങ്കിൽ വിറ്റാമിൻ എ. വിറ്റാമിൻ ബി എന്ന് പറയുമ്പോഴോ വിറ്റാമിൻ ബി എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ പേശി പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആവശ്യമായ ഒരു ജീവകമാണ് ജീവകം ബി അല്ലെങ്കിൽ വിറ്റാമിൻ ബി. വിറ്റാമിൻ സി എന്ന് പറഞ്ഞാൽ പ്രതിരോധ സംവിധാനം നിലനിർത്തുന്നതിന് ആവശ്യമായ ഒരു ജീവകമാണ് ജീവകം സി അല്ലെങ്കിൽ വിറ്റാമിൻ സി. അതുപോലെ ജീവകം ഡി അല്ലെങ്കിൽ വിറ്റാമിൻ ഡി എന്ന് പറഞ്ഞാൽ അസ്ഥികളുടെ സംരക്ഷണത്തിനും അസ്ഥികളുടെ ആരോഗ്യത്തിനുമൊക്കെ ആവശ്യമായ ഒരു ജീവകമാണ് ജീവകം ഡി അല്ലെങ്കിൽ വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഇ എന്ന് പറഞ്ഞാൽ ചർമ്മത്തിൻ്റെയും അതുപോലെ തന്നെ കാഴ്ചയ്ക്കും ആവശ്യമായിട്ട് ഒരു ജീവകമാണ് ജീവകം ഇ. ഹൃദയാരോഗ്യത്തിനും ജീവകം ഇ അത്യന്താപേക്ഷിതമാണ്. അതുപോലെ ജീവകം കെ എന്ന് പറഞ്ഞാൽ അസ്ഥികൾക്കും അതുപോലെ രക്തം കട്ടപിടിക്കുന്നതിനൊക്കെ ആവശ്യമായ ഒരു ജീവകമാണ് ജീവകം കെ അല്ലെങ്കിൽ വിറ്റാമിൻ കെ. അതുപോലെ വിറ്റാമിൻ B12 മെറ്റബോളിസം കേട്ടോ. വിറ്റാമിൻ B12 എന്ന മെറ്റബോളിസത്തിന് അത്യന്താപേക്ഷിതമാണ്. അതുപോലെ വിറ്റാമിൻ B2 എനർജി അല്ലെങ്കിൽ ഊർജത്തിന് ആവശ്യമായ ഒരു ജീവകമാണ് വിറ്റാമിൻ B2. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യനാണ്, അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് ആവശ്യമായ ജീവൻ രക്ഷാ മരുന്നാണിത് മിൽറ്റി ഫോസിൽ. ഈ മിൽറ്റി ഫോസിൽ എന്ന ജീവൻ രക്ഷാ മരുന്ന് കേരളത്തിലേക്ക് എത്തിച്ചത് ജർമ്മനി എന്ന രാഷ്ട്രത്തിൽ നിന്നുമാണ്.